കേരളത്തിൽ കോൺഗ്രസുകാർ തന്നെ കാലുവാരി തോൽപ്പിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു നേതാവ് കെ.എസ്. ശബരീനാഥാണ്. കാർത്തികേയന്റെ ഈ പ്രിയപുത്രൻ മുമ്പ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അണികൾക്ക് ആവേശവും അഭിമാനവുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അപമാനമായാണ് മാറിയിരിക്കുന്നത്. ശബരീനാഥിന്റെ കാര്യത്തിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാത്ത എതിർപ്പാണ് പ്രകടമായി കാണുന്നത്. ഇതിന് പ്രധാന കാരണം ശബരീനാഥിന്റെ ഭാര്യയും IAS ഓഫീസറുമായ ദിവ്യ എസ് അയ്യരുടെ ചില പ്രവർത്തികളാണ്. CPM നേതാക്കളെയും മുഖ്യമന്ത്രിയെയും പുകഴ്ത്തി അവർ നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് തടയാൻ ശബരിനാഥിന് കഴിയാത്തതാണ് കോൺഗ്രസ് പ്രവർത്തകരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ട KK രാഗേഷിനെ കർണനോട് ഉപമിച്ച് പോസ്റ്റിട്ട ദിവ്യ എസ് അയ്യർ IAS ഉദ്യോഗസ്ഥർ പിന്തുടരേണ്ട പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനാണ് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നത്. മുതിർന്ന നേതാക്കളുടെ താൽപര്യപ്രകാരമായിരുന്നു ഇത്തരമൊരു പരാതി യൂത്ത് കോൺഗ്രസ് നൽകിയിരുന്നത്. കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ എടുത്തിരുന്ന അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ പിന്നീട് ദിവ്യ എസ് അയ്യർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതും കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ച മറ്റൊരു സംഭവമാണ്. ദിവ്യ എസ് അയ്യർ സബ് കളക്ടറായിരിക്കെ നിയമവിരുദ്ധമായി നടത്തിയ ഭൂമി ഇടപാട് സംഭവത്തിൽ നടപടി വരാതിരിക്കാനാണ് ഈ CPM പ്രീണനം ദിവ്യ എസ് അയ്യർ നടത്തുന്നതെന്നും ഇതിനെല്ലാം ശബരിനാഥിന്റെ മൗനാനുവാദം ഉണ്ടെന്നുമാണ് കോൺഗ്രസിനുള്ളിലെ സംസാരം. ദിവ്യ എസ് അയ്യർക്ക് പിണറായി സർക്കാരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പരിഗണന എന്തുകൊണ്ടാണെന്ന ചോദ്യവും സ്വാഭാവികമായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. സീനിയർ IAS ഉദ്യോഗസ്ഥർ ഇരിക്കേണ്ട വിഴിഞ്ഞം പോർട്ടിന്റെ തലപ്പത്തും സാംസ്കാരിക വകുപ്പിന്റെ തലപ്പത്തുമെല്ലാം ദിവ്യ എസ് അയ്യർ എങ്ങനെ എത്തിയെന്നതിന് ശബരിനാഥ് മറുപടി പറയണമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ശബരിനാഥിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുതെന്നാണ് ഈ വിഭാഗത്തിന്റെ ആവശ്യം. ഇനി അഥവാ സീറ്റ് നൽകിയാൽ തന്നെ കാലുവാരി തോൽപ്പിക്കുമെന്ന ഭീഷണിയും പ്രവർത്തകരിൽ നിന്നും ഉയരുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന കനത്ത പോരാട്ടത്തിനൊടുവിലാണ് G. സ്റ്റീഫനിലൂടെ 5046 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അരുവിക്കര CPM പിടിച്ചെടുത്തിരുന്നത്. സ്റ്റീഫന് 66,776 വോട്ടും K. ശബരിനാഥിന് 61,730 വോട്ടുമാണ് ലഭിച്ചത്. BJPയുടെ C. ശിവൻകുട്ടിക്ക് 17,379 വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റായിരുന്ന അരുവിക്കരയിൽ ആദ്യം മുതൽ തന്നെ UDFന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. സിറ്റിംഗ് MLA KS ശബരിനാഥിന് വോട്ട് ചോദിച്ചതും ആ ആത്മവിശ്വാസത്തിലായിരുന്നു. എന്നാൽ മണ്ഡലത്തിലെ വ്യക്തിപരിചയവും പ്രതിച്ഛായവും വോട്ടാകുമെന്ന അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലാണ് ഇവിടെ പിഴച്ചിരുന്നത്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ വീടുകൾ കയറി പ്രചരണം നടത്തിയ 2016 തെരഞ്ഞെടുപ്പിൽ 21,314 വോട്ടുകൾക്കാണ് ശബരിനാഥൻ വിജയിച്ചിരുന്നത്. ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ OBC സംവരണ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഉൾപ്പെടെ അനുകൂലമായതോടെയാണ് അരുവിക്കരയിൽ ചെങ്കൊടി പാറിയിരുന്നത്. ആ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള G. സ്റ്റീഫനെ സ്ഥാനാർത്ഥിയാക്കിയതും ജയസാധ്യത കൂട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അരുവിക്കരയിൽ ഇടതുപക്ഷം തന്നെയാണ് ലീഡ് നേടിയിരുന്നത്. 2026 ഇനി കാര്യങ്ങൾ നോക്കുമ്പോൾ ശബരിനാഥ് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വിജയസാധ്യതയാണ് വീണ്ടും കൂടുക. തിരുവനന്തപുരം ജില്ലയിൽ 14-ൽ 13 സീറ്റും നേടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി റെക്കോർഡിട്ടിരുന്നത്. 2016 3 സീറ്റുണ്ടായിരുന്ന UDFനെ കോവളം എന്ന ഒറ്റ സീറ്റിലാണ് ഇടതുപക്ഷം ഒതുക്കി കളഞ്ഞിരുന്നത്. ഇതിൽ 2016 21,314 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അരുവിക്കരയിൽ ജയിച്ച KS ശബരിനാഥിന്റെ പരാജയം മാത്രമല്ല, തിരുവനന്തപുരം മണ്ഡലത്തിലെ VS ശിവകുമാറിന്റെ തോൽവിയും കോൺഗ്രസിനെ ഞെട്ടിച്ച സംഭവമാണ്. 2016 നിയമസഭയിൽ BJP അക്കൗണ്ട് തുറന്ന നേമത്ത് കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചാണ് CPMലെ V. ശിവൻകുട്ടി അട്ടിമറി വിജയം നേടിയത്. കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ ഇവിടെ 3ാം സ്ഥാനത്തായിരുന്നു എന്നതും നാം ഓർക്കണം. ആറ്റിങ്ങലിലെ CPM സ്ഥാനാർത്ഥി OS അംബിയയ്ക്കാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചിരുന്നത്. കഴക്കൂട്ടത്ത് സ്വന്തം ഭൂരിപക്ഷം ഉയർത്തി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും വിജയിക്കുകയുണ്ടായി. BJPയിലെ ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തെത്തിയപ്പോൾ കോൺഗ്രസിലെ ഡോക്ടർ SS ലാൽ 3ാമതായി പോയതും UDFന് മറ്റൊരു പ്രഹരമായി. വട്ടിയൂർക്കാവിൽ CPMലെ VK പ്രശാന്ത് ഭൂരിപക്ഷം വർദ്ധിച്ചപ്പോൾ BJPയിലെ VV രാജേഷാണ് 2ാം സ്ഥാനത്തെത്തിയിരുന്നത്. ഇവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടത്. ഡെപ്യൂട്ടി സ്പീക്കറും CPI സ്ഥാനാർത്ഥിയുമായ V. ശശി ചിറയിൻകീഴിൽ നിന്നും 3ാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. വികസനവും ക്ഷേമ പെൻഷനുകളും മുതൽ പ്രളയം, കോവിഡ് കിറ്റുകളുമൊക്കെ മുന്നിൽ വെച്ചും പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവം ഉയർത്തിക്കാട്ടിയുമായിരുന്നു CPMഉം ഇടതുമുന്നണിയും 2021 തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത്. സ്പ്രിംഗ്ലറും ലൈഫ് മിഷനും സപ്ലൈകോ കിറ്റ് മുതൽ ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ വരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും സ്വർണ്ണക്കടത്ത്, ശബരിമല വിവാദങ്ങളുമടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് UDFും BJPയും പട നയിച്ചിരുന്നത്. വികസനവും ശബരിമല യുവതി പ്രവേശനവും അടക്കം ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ വിഷയമാക്കി പ്രതിപക്ഷം മാറ്റിയിരുന്നു. എന്നാൽ ഈ പ്രചരണങ്ങളെ എല്ലാം മറികടക്കുന്ന വലിയ വിജയമാണ് തലസ്ഥാന ജില്ല ഇടതുപക്ഷത്തിന് നൽകിയിരുന്നത്.
2026-ലും ഇതിന്റെ തനിയാവർത്തനമാണ് ഇടതുപക്ഷം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്.